ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുകയാണ്. നീ ആഗ്രഹിക്കുന്നതെല്ലാം ഈശോയുടെ നാമത്തിൽ ഇന്നത്തെ ദിവസം നിന്നിലെ കുടുംബത്തിലൊക്കെ സംഭവിക്കട്ടെ. ഈശോയുടെ ഒപ്പമാണല്ലോ നമ്മുടെ യാത്ര. ഈ യാത്രയിൽ നമ്മുടെ കേന്ദ്രം എന്ന് പറയുന്നത് എപ്പോഴും ഈശോ തന്നെയാണ്. അവിടുത്തെ വചനത്തിലാണ് നമ്മൾ വളരേണ്ടത്. ഈശോയുടെ വചനത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മൾ ഒരു കാലത്തും നശിക്കുകയില്ല എന്നുള്ളതാണ് ഈശോ നൽകുന്ന ഉറപ്പ്. ആ ഉറപ്പ് സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 51-ാം തിരുവചനം: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും, ഈശോ പറയുകയാണ്, ഒരിക്കലും മരിക്കുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ കൂടെ നിത്യം ജീവിക്കും. നീ ഈശോയുടെ വചനത്തിന് ജീവിതത്തിൽ വില കൊടുത്താൽ നീ ഈ വചനത്തിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. നീ നശിച്ചു പോകുകയില്ല. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ വചനത്തിന് ഒരു അല്പം കൂടി പ്രാധാന്യം കൊടുക്കാവോ? അല്പം കൂടി ഗൗരവമായിട്ട് എടുക്കാവോ? ഇതിനെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് അല്പസമയം കൂടി ഒന്ന് കൂട്ടിയെടുക്കാവോ? അല്പം കൂടി വചനത്തെ ഒന്ന് സ്നേഹിക്കാവോ? നീ വചനത്തോട് തീർച്ചയായിട്ടും ഒട്ടിച്ചേർന്നിരിക്കും. അത് അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിൻ്റെ വചനത്തെ സ്നേഹിക്കുവാനായിട്ട്, വചനത്തിനു വേണ്ടി നിലകൊള്ളുവാനായിട്ട്, വചനത്തെ ജീവിതത്തിലേക്ക് സംശീകരിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം. നിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടാൻ ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.